ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രഷർ വാറിൽ കഴിഞ്ഞു. അത് ഇപ്പം പ്രമോദ് പുള്ളിയെ ഓൾറെഡി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാനല്ല, ഒരു മന്ത്രിസഭ അഴിച്ചുപണി എന്തായാലും നടക്കാനിരുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് മിക്കവാറും പുള്ളിയെ മാറ്റും. കാരണം പുള്ളി അത്ര ആ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ സംഭവിച്ചു. പുള്ളിക്ക് കൈയില്ലെങ്കിൽ, പുള്ളിയുടെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ അതിനകത്ത് ഇല്ലെങ്കിൽ പോലും അങ്ങനെ സംഭവിച്ച ഒരു സ്ഥിതിക്ക് തീർച്ചയായിട്ടും പുള്ളി അതിൻ്റെ ഉത്തരവാദിത്വമാണ്, ധാർമ്മികമായ ഉത്തരവാദിത്വം. ധാർമ്മികതയുടെ പേരിൽ ആരും രാജിവെച്ച ചരിത്രങ്ങളൊന്നുമില്ല. എന്നാലും ധാർമ്മികമായ ഉത്തരവാദിത്വം പുള്ളിക്കുള്ളതുകൊണ്ട് പുള്ളി അതിൽ നിന്ന് മാറ്റി നിർത്തി ആ പ്രശ്നം പരിഹരിച്ചു. കൃത്യമായിട്ട് അത് അന്വേഷിക്കുന്നുണ്ട്. ആ പ്രശ്നം കണ്ടുപിടിച്ചത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. കൂടാതെ അതിന് ശക്തമായ രീതിയിൽ CBI അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു സ്പെഷ്യൽ കോടതി രൂപീകരിച്ചു. അത് കൃത്യമായിട്ട് അതിൻ്റെ അന്വേഷണങ്ങളും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കും. പക്ഷേ 2014 ശേഷം ഇന്ത്യയിൽ നടന്ന മാറ്റങ്ങളാണ് ഇവരെല്ലാം അസ്വസ്ഥപ്പെടുന്നത്. കാരണം ഒന്ന്, അയോധ്യ ക്ഷേത്ര നിർമ്മാണം അതിൻ്റെ പൂർണ്ണസ്ഥിതിയിലെത്തിച്ചു. അയോധ്യ ക്ഷേത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അയോധ്യ ക്ഷേത്രത്തിൻ്റെ പേരിൽ ഇപ്പം ആ ക്ഷേത്രം ഉള്ളതുകൊണ്ടാണ് അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നത്. കൊച്ചു പ്രശ്നങ്ങളില്ലാത്തതായിട്ട് ഒരു സ്ഥലങ്ങളില്ല. അയോധ്യ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ ഒരു ക്ഷേത്രം ശ്രീരാമൻ്റെ മണ്ണിലൊരു ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് ഈ 2014 ശേഷമാണെന്ന് നിങ്ങൾ ഓർക്കണം. 2014 ശേഷം ഇവിടെ യഥാർത്ഥമായ ഒരു മതേതരത്വ ഗവൺമെൻറ് വന്നപ്പോഴാണ് എല്ലാ മതങ്ങൾക്കും പ്രാധാന്യം കിട്ടും. മറ്റേത് ന്യൂനപക്ഷങ്ങൾക്ക് മാത്രം പ്രാധാന്യമുള്ള ഇവിടുത്തെ ഭൂരിപക്ഷത്തെ മതം മാറ്റുക എന്നുള്ളതാണ് ന്യൂനപക്ഷങ്ങളുടെ ഇഷ്ടം. എന്തിനാണെന്ന് എനിക്കറിയില്ല. FCR നടപ്പിലാക്കിയ എന്തിനാണ് ഈ ഹിന്ദു മഹാഭൂരിപക്ഷമുള്ള രാജ്യത്തിൽ ഹിന്ദുക്കളെ മതം മാറ്റാൻ ഇവരുടെ ഈ ന്യൂനപക്ഷങ്ങളുടെ ശ്രമം ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഹിന്ദു ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾ ഇങ്ങനെ ഒരു ഹിന്ദുക്കളുടെ ഭൂരിപക്ഷമുള്ള വേറൊരു മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യത്തോ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള രാജ്യത്തോ ഇങ്ങനൊരു സംഭവം ഉണ്ടാകും? ഭൂരിപക്ഷങ്ങളെ മതം മാറ്റാൻ ശ്രമിക്കാൻ ന്യൂനപക്ഷങ്ങൾക്ക് കഴിയുമോ? ഇല്ല. അപ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് അത്രയും സഹിഷ്ണുതയോടുകൂടി ജീവിക്കുന്ന ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവരെ എങ്ങനെയെങ്കിലും സ്പ്ലിറ്റാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന എല്ലാ അക്രമങ്ങളുടെയും പിന്നിൽ, എല്ലാ സമരങ്ങളുടെയും പിന്നിൽ. അത് മനസ്സിലാക്കാൻ കഴിയാതെ ഹിന്ദുക്കൾ ഇപ്പോഴും ഞങ്ങൾ മതേതരത്തരാണ്, മതേതരത്വമെന്നും വാദവും പറഞ്ഞിരിക്കുകയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ വർഗീയ കലാപങ്ങളിലേക്ക് പോകണമെന്നോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കോ അതല്ല. നിങ്ങൾ കുറച്ചുകൂടെ വിജിലൻ്റ് ആവേണ്ട കാലഘട്ടമാണിത്. കോക്രോച്ച് ജനതാ പാർട്ടി പോലെയുള്ള പാർട്ടികളും FCRA പോലെയുള്ള ഫണ്ടുകൾ കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ വെട്ടിമുറിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. കാരണം അവരുടെ രാജ്യങ്ങൾ പൊട്ടിപ്പിളർന്ന് പോവുകയാണ്. ഇപ്പം എവിടെ നോക്കിയാലും യുദ്ധങ്ങൾ എവിടെയാണ് നടക്കുന്നതെന്ന് നിങ്ങൾ കൃത്യമായി നോക്കിയാൽ എവിടേക്കാണ് കണ്ണുകൾ ഓടിക്കുക? ഇറാൻ ഷിയ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമാണ്. ഇറാനിലാണ് ഒരു പ്രധാനം. ഇറാനും സുന്നി മുസ്ലിം ഭൂരിപക്ഷമുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും തമ്മിലാണ് ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് അമേരിക്കയും ഈജിപ്തും എല്ലാവരും കക്ഷികളാണ്. ഇസ്രായേൽ